ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാഗി. എല്ലാവർക്കും മാഗി ഫ്രം റോം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഒരു കൂട്ടുകാരനുണ്ട്. വെൽക്കം ബാക്ക്. ഹാമിൽട്ടൺ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു വീഡിയോ ചെയ്തില്ലേ? അപ്പൊ എല്ലാവർക്കും ഹാമിൽട്ടൺ ചെയ്ത വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു. സോ ഇന്ന് ഹാമിൽട്ടൺ ആണ് കേട്ടോ നമ്മുടെ ഹീറോ. ഞാൻ വെറും ബൈസ്റ്റാൻഡർ മാത്രമാണ്. മാഗി തന്നെ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം മാഗി ഒരു ഫൗൾ ചെയ്തു. ഇറ്റലിയിലെ ചക്കക്കുരു കഴിക്കാൻ പോയപ്പോൾ എന്നെ കൊണ്ടുപോയി. അതുകൊണ്ട് അതെനിക്ക് അറിയാമായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് ചക്കക്കുരു, ഇറ്റലിയിലെ ചക്കക്കുരു കസ്താൻ ഞാൻ ഇന്ന് ഹാമിൽട്ടന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അല്ല, ഞാൻ വരില്ല. ഇന്നെന്താണ് സ്ഥലത്തെ കുറിച്ച് നമുക്ക് പറയേണ്ടത്? എന്താണ് മാഗി ഒന്ന്? ഇന്ന് നമ്മള് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തേ നോക്കിക്കേ, ബാക്കിലെ സ്റ്റാച്യൂസ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇന്ന് നമ്മൾ എവിടെയാണെന്ന്. നമ്മൾ ഇന്ന് ഒരു പ്രത്യേക നല്ലൊരു സ്ഥലമാണ്, അതായത് ജെനിക്കുളൻസ് മൗണ്ടൻ ഹിൽ. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പറയാം. വരൂ. ജെനിക്കുള ഹില്ലിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് റോമിലെ രണ്ടാമത്തെ പൊക്കം കൂടിയ സ്ഥലമാണ് ജെനിക്കുളൻ മൗണ്ടൻ. ഈ മൗണ്ടൻ ഇവിടെ നിന്ന് നോക്കിയാൽ ആ റോമിലെ എല്ലാ സ്ഥലങ്ങളും കാണാം. റോമ നഗരം. ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ് 88 മീറ്റർ. ഇത് ഞാൻ പറഞ്ഞല്ലോ രണ്ടാമത്തെ പൊക്കം കൂടിയ സ്ഥലം. ആദ്യത്തേത് മോണ്ടെ മാരിയോ എന്ന് പറഞ്ഞൊരു ഹില്ല്, മൗണ്ട് മാരിയോ. മൂന്നാമത്തത് വത്തിക്കാൻ ഹിൽ. ഇനി അടുത്തതിനെ കുറിച്ചുള്ള ഇതിന്റെ കൂടുതൽ വിവരങ്ങളെല്ലാം നമുക്ക് നോക്കാം. എനിക്ക് കുറച്ചും കൂടി ഈ ഹാമിൽട്ടണിൽ നിന്ന് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഏകദേശം ഞങ്ങളുടെ ബാക്കിൽ സ്റ്റാച്ചു ഉണ്ട്, ഗരിബാൾദിയുടെ സ്റ്റാച്ചു ഉണ്ട്. ജുസേപ്പെ ഗരിബാൾദി. എന്തുകൊണ്ടാണ് ഹാമിൽട്ടൺ ഈ സ്റ്റാച്ചു ഇവിടെ നിൽക്കുന്നത്? ഇതിനൊരു പ്രത്യേക സ്റ്റോറി ഉണ്ട്. അദ്ദേഹം ഈ റോമിലും ഫ്രാൻസുമായിട്ടൊരു യുദ്ധം ഉണ്ടായില്ലേ, അതിന്റെ സ്റ്റോറി ഒന്നും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഇദ്ദേഹം ഈ ഗരിബാൾദി, ജുസേപ്പെ ഗരിബാൾദി ഇറ്റലിക്കാരനല്ല. ഇറ്റാലിയൻ പാരൻസിൽ നിന്ന് ഫ്രാൻസിൽ ജനിച്ച ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇറ്റലിയുടെ ഹിസ്റ്ററിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം കുഞ്ഞുനാൾ തന്നെ ഇറ്റലിയിൽ വന്ന് പിന്നീട് ഇറ്റലി അതായത് ഫ്രാൻസും ഇറ്റലിയുമായിട്ട് ഒരു യുദ്ധം നടന്നപ്പോൾ ഇറ്റലിയെ ഇറ്റാലിയൻ ആർമിയെ ഫ്രാൻസ് ആർമിയിൽ നിന്ന് രക്ഷിച്ച ഒരു വ്യക്തിയാണ്. യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലിയിലേക്കുള്ള ഒരു പ്രയാണത്തിൽ ഏറ്റവും കൂടുതൽ ഇറ്റലിയെ സഹായിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അതുകൊണ്ടാണ് 1848 ആ യുദ്ധം വിജയിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു മെമ്മറി ആയിട്ടാണ് ഈ സ്റ്റാച്ചു ഇവിടെ വെച്ചിരിക്കുന്നത്. അത് കാണാം, ഏകദേശം ഒരു 25-30 മീറ്റർ ഉയരത്തിലാണ് ആ സ്റ്റാച്ചു ഉള്ളത്. ഒരു ബ്രോൺസിൽ തീർത്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്റ്റാച്ചു. ഇങ്ങോട്ട് എല്ലാവർക്കും വരാം, അതായത് നമുക്ക് കാറില്ലെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എടുത്ത് വരാം. വിയ പൗളോ, അവിടെ വിയ പൗളോ 115 870 ഈ 2 ബസ്സുകൾ ഈ മൗണ്ടിന്റെ മുകളിലോട്ട് വരുന്നതാണ്. ഇവിടെ ഒരുപാട് എന്റർടൈൻമെന്റ് ഒക്കെ നടക്കുന്നതാണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് അവിടെ ഒരു സ്ട്രീറ്റ് പെർഫോമൻസ് ഒക്കെ നടക്കുന്നുണ്ട്. വിൽ ഗോ ആൻഡ് സീ. ആകെ റോമിലുള്ള ഇപ്പോഴത്തെ വരുന്ന സ്ഥലമാണ് ഇത്. പാവകളി ഈ കല നിന്നുപോയി. പക്ഷെ ഇത് സമ്മർ ടൈമിൽ എല്ലാവർക്കും വേണ്ടി തുറക്കുന്നതായിരിക്കും. ഫ്രീ ആണത്. ഇവിടെ നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. കുട്ടികളെല്ലാവരും, കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടാവും. എല്ലാവരുമായിട്ട് നല്ല എൻജോയ്മെൻറ്റ് ചെയ്ത് വരവാനും പിള്ളേരെ കൊണ്ടുവരാനും പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ്.
അതെ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ എൻ്റർടൈൻമെൻറ്റ് സ്പോട്ടാണിത്. കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്യും, കാരണം ഓടിക്കളിക്കേണ്ട ഒരുപാട് കുട്ടികളൊക്കെ അവിടെ ഉണ്ട്, നമുക്ക് പോകുമ്പോൾ കാണാം. അപ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെയാണ് ജലീൽ. പിന്നെ ഇതിൻ്റെ കുറച്ച് പ്രതിമകൾ ബാക്കിൽ കാണാമല്ലോ, അതിനെക്കുറിച്ചുള്ള കുറച്ച് എക്സ്പ്ലനേഷൻ നമ്മൾ മാഗി തരുന്നതാണ്. അതെന്താണ് ഈ പ്രതിമ? ഇവിടെ നമ്മൾ കണ്ടില്ലേ ഒരുപാട് സ്റ്റാച്യൂസ്, ഒരുപാട് പിന്നെ ഫിഗേഴ്സ് നമ്മുടെ ബാക്കിൽ കാണാം. ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. അതായത് ജുസേപ്പെ ഗരിബാൾഡിയോടൊപ്പം പ്രവർത്തിച്ച റിസോർജിമെൻറ്റോ സമയത്തുള്ള ലീഡേഴ്സാണ്, അവരുടെ സ്റ്റാച്യൂസാണ് നമ്മുടെ ബാക്കിൽ കാണുന്നത്. ഓക്കെ, ഇതാണ് റോമിലെ വ്യൂ. ഞങ്ങൾ ഈ വ്യൂ നന്നായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ. ഇത് നോക്കിയാൽ എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ. പനോറമിക് വ്യൂ ആണ്. മെദിച്ചി ഫാമിലി, മെദിച്ചി പാലസ് കാണാം, സ്പാനിഷ് സ്റ്റെപ്സ് കാണാം, പാന്തയോൺ കാണാം, ശരിയാണ്, പിയാച്ച വെനേഷ്യ കാണാം, കൊളോസിയം കാണാം. എല്ലാം ഇവിടെ നിന്ന് നോക്കിയാൽ നല്ലൊരു പനോറമിക് വ്യൂ. അതാണ് ഈ മൗണ്ടിൻ്റെ പ്രത്യേകത. രാത്രിയാണെങ്കിൽ സൂപ്പർ. രാത്രിയാണെങ്കിൽ ഇവിടെ മുഴുവൻ കംപ്ലീറ്റ് ലിറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ 88 മീറ്റേഴ്സ് എബവ് സീ ലെവൽ അല്ലേ, അപ്പോൾ ഇവിടുത്തെ ഈ കംപ്ലീറ്റ് ലൈറ്റ് ഓൺ ആയിരിക്കും. അപ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇവിടെ നൈറ്റിൽ വരുമ്പോൾ ഈവനിങ് എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, നല്ല ഒത്തിരി കലാപരിപാടികളും പല സ്ട്രീറ്റ് ഷോസുകളും എല്ലാം ഉണ്ടാകുന്നതാണ്. പക്ഷേ ഈ കൊറോണ ആയതുകൊണ്ട് എല്ലാം സ്റ്റോപ്പ്. അതെ, 2020 എല്ലാം എക്സെപ്ഷനാണ് കേട്ടോ. ഇപ്പോൾ ഒരു ടീം അതേ ഒറ്റക്കിരുന്ന് അവിടെ പാടുന്നുണ്ട്. അതെ അതെ, അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് വേറൊരു കാര്യമുണ്ട്, ഈ ട്രീ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും. ഇതിൽ വേറെ നല്ലൊരു കാഴ്ചകളുണ്ട്. ഹലോ, എങ്ങനെയുണ്ട് ഈ ട്രീ? എല്ലാം നല്ലതല്ലേ? അതിന്റെ കളറൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ് അല്ലേ? ഇപ്പോൾ ഓട്ടം സീസൺ അല്ലേ, അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ആ കളറൊക്കെ മാറി തുടങ്ങി. ഞാൻ കുറച്ചും കൂടെ ഇത്രയും ടോപ്പിലായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ തണുപ്പ് പ്രതീക്ഷിച്ചു, പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ഡേ ആണ് അല്ലേ? തീർച്ചയായിട്ടും നല്ലൊരു ദിവസമായിരുന്നു. അതെ അതെ അതെ. പിന്നെ ഈ വേയുടെ പേരില്ലേ, ഓർമ്മയുണ്ടോ? ഈവനിങ് എന്തോ അങ്ങനെ എങ്ങാണ്ടല്ലേ? യെസ്, വേ ഓഫ് ഈവനിങ് വാക്ക് എന്നാണ്. അപ്പോൾ ഇവിടെ ഈവനിങ് വാക്ക് ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്. ആക്ച്വലി നല്ല രസമാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനേ. നല്ല രസമാണ് ഇവിടെ ഈവനിങ് വാക്കിന് വരാനായിട്ട്. നടന്നു വത്തിക്കാൻ വേറൊരു രാജ്യമല്ലേ, അപ്പോൾ വത്തിക്കാനിലുള്ള ഫിൻലൻഡിന്റെ വത്തിക്കാനിലുള്ള എംബസിയാണ് കേട്ടോ ഇത്. ശാന്തസേതയുണ്ടോ? മലയുടെ മുകളിലെ ലൈറ്റ് ഹൗസ്. വെരി സ്ട്രേഞ്ച് ആണല്ലേ? ഇതിന്റെ ഹിസ്റ്റോറിക്കൽ എന്താണെന്നുള്ളത് മാഗി നമ്മളോട് പറയുന്നു. ഇത് അർജന്റീനക്കാർ 1870 ഇറ്റലി യൂണിഫൈഡ് ആയി. അതിൻ്റെ ഒരു 50 വർഷം ആഘോഷിച്ചപ്പോൾ അർജന്റീന ഇറ്റലിക്ക് ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. അപ്പോൾ അവരോടുള്ള ബഹുമാനാർത്ഥം അതിവിടെ വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഉപയോഗിക്കില്ല. ഇതൊരു മോണുമെന്റ് പോലെ ഇങ്ങനെ വെച്ചിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ, ഉപയോഗമൊന്നുമില്ല. ഇതിനകത്ത് സ്റ്റേഴ്സ് ഉണ്ട്, പക്ഷെ അകത്ത് കയറാൻ പറ്റുമോ എന്ന് നമുക്കറിയത്തില്ല അല്ലേ? കയറാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. സാധാരണ കടൽ തീരത്താണ് ലൈറ്റ് ഹൗസ് കാണുന്നത്, പക്ഷെ ഇതൊരു വെറൈറ്റി ആയിട്ട് മലയുടെ മുകളിലുള്ള ലൈറ്റ് ഹൗസ്. ഞങ്ങളിപ്പോ അനീത ഗരിബാൾഡിയുടെ മോണുമെന്റിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് ഗരിബാൾഡിയുടെ വൈഫിനെ അടക്കിയിരിക്കുന്നതും അതിനുവേണ്ടി പണി കഴിപ്പിച്ച ഒരു മോണുമെന്റ് ആണ്. ജനിക്കുളൻസ മൗണ്ടനിൽ തന്നെയാണ്. ഫിൻലൻഡ് എംബസിയുടെ അടുത്ത് തന്നെ ജനിക്കുളൻസ് മൗണ്ടിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റിയ ഒരു സ്ഥലവും സെൻറ്റ് പീറ്റർ ഡോം. ഇതാണ് സെൻറ്റ് പീറ്റർ ഡോം, ജനിക്കുളൻസ് മൗണ്ടിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന വേറൊരു ദൃശ്യം.
ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ സ്ഥലം തന്നെ, ഇത് ഒരു റൗണ്ടഡ് ഷേപ്പാണ്. അപ്പോൾ ഒരുവിധം എല്ലാ സ്ഥലം തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ നിന്ന് ഇന്നത്തെ കാഴ്ചകൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഒരു സ്ഥലത്തോട്ട് നമ്മൾ പോകുകയാണ്. ഇത് ജെനിക്കുളൻസ് മൗണ്ടൻ്റെ താഴെയോട്ട് വരുമ്പോഴുള്ള ഒരു ഫൗണ്ടനാണത്. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഇതിനെക്കുറിച്ചുള്ള ജസ്റ്റ് ഒരു ബ്രീഫ് ഹിസ്റ്ററി മാഗി തരുന്നതാണ്. ഇവിടെ വരുമ്പോൾ ഒട്ടും മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അതായത് എഴുതി വെച്ചേക്കണം കണ്ടോ, പോൾ ദ ഫിഫ്ത്ത് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബൊർഗേസെ ഫാമിലി വത്തിക്കാനിലുള്ള എല്ലാ ഫൗണ്ടൻസും, വത്തിക്കാനിൽ ഏകദേശം 12ഓളം ഫൗണ്ടൻസ് ഉണ്ട്. അതെല്ലാം പോൾ ദ ഫിഫ്ത്ത് ബൊർഗേസെ ഫാമിലി റെസ്റ്റോർ ചെയ്തു. ആ സമയത്ത് ഇതും റെസ്റ്റോർ ചെയ്തു. പോൾ ദ ഫിഫ്ത്ത് ബൊർഗേസെ ഫാമിലിയുടെ സിംബലാണ് ഈഗിൾ ആൻഡ് ഡ്രാഗൺ. അത് കാണാൻ പറ്റും എല്ലായിടത്തും തന്നെ. ഈഗിളും ഡ്രാഗണും നമുക്ക് കാണാൻ പറ്റും. ഇത് ആക്വ പാവള, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ട്രേവി ഫൗണ്ടനിൽ പോയപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, അത് അക്വ വീർഗോ എന്ന് പറയുന്ന അക്വഡക്റ്റുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നേരെ മറിച്ച് ഇത് ആക്വ പാവള എന്ന് പറയുന്ന ഒരു അക്വഡക്റ്റുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വാട്ടർ സോഴ്സ് ബ്രച്ചാനോ ലേക്കാണ്. ഏകദേശം 55 കിലോമീറ്റർ ദൂരമാണ് ഇവിടുന്ന്. അപ്പോൾ ജെന്നിക്കുളം ഹില്ലിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇന്ന് നമ്മൾ ത്രസ്തേവരയില് മ്യൂസിക്കിന്റെ പേര് പേരെന്തായിരുന്നു? സാന്ത ചിച്ചിലിയ, സെന്റ് സിസിലി. ഇനി അങ്ങോട്ട് നമുക്ക് യാത്ര ചെയ്യാം. പോയാലോ? ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത് സാന്ത ചിച്ചിലിയ പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജധാനി റെസ്റ്റോറന്റ്.